ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം കൂട്ടുകാരെ, മക്കളെല്ലാവരും. ഞാനൊരു അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. ഇരുമ്പം പുളി, നമ്മുടെ ഇവിടെയൊക്കെ ചെമ്മിപ്പുളി എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ പേരാണ്. നമ്മളൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. ഏതൊക്കെ പേരാണ്, ഏതൊക്കെ നാട്ടിൽ എന്തെല്ലാം പേരാണെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ചെമ്മിപ്പുളി എന്ന് പറയും, ഇരുമ്പം പുളി എന്ന് പറയും. അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണ ഒരു പിക്കിളാണേ. അതായത് മോളുടെ കുട്ടിക്ക്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാറുകൾ. അപ്പോൾ അവൾക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അവൾക്ക് അച്ചാർ ഇഷ്ടമാണ്. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെമ്മിപ്പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 കിലോളം ഉണ്ടത്. പിന്നെ അതിനൊരു 3-4 സ്പൂൺ കാശ്മീരി മുളക്, ഒരു 2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഞാൻ കായവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പിക്കിളിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് എണ്ണ, പിന്നെ കുറച്ച് ശർക്കര നീരുണ്ട്. അത് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്, ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, അതും എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കണത് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവർ കാണണം കേട്ടോ. ഇത് ഇരുമ്പം പുളിയാണ്. ഇത് ഒന്ന് നമ്മൾ അരിഞ്ഞ് കുറച്ച് ഉപ്പ് പുരട്ടി കുറച്ച് നേരം വെച്ചാൽ അതിൽ നിന്ന് ഒരു തരം വെള്ളം വരും. അതിൻ്റെ വെള്ളം, ആ വെള്ളം അങ്ങനെ പിഴിഞ്ഞ് കളയണം നമ്മൾ. പിഴിഞ്ഞിപ്പോൾ ഞാൻ അതിലേക്ക് ഇടുന്നതാണ് കാണിക്കുന്നത്, പക്ഷേ ഞാനത് പിഴിഞ്ഞെല്ലാം മാറ്റി ആ വെള്ളം നമ്മൾ കളയുന്നു, അത് എടുക്കുന്നില്ല. കുറച്ചധികം പുളി കൂടുതലായിരിക്കും ഈ സാധനത്തിന്. അപ്പോൾ നമുക്ക് അത്രയും പുളി, ഒരു കട്ടിപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആ സാധനമൊന്നും വേണ്ട, ആ വെള്ളം അങ്ങ് കളഞ്ഞേക്കാം. എന്നിട്ടത് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ അച്ചാറുണ്ടാക്കാൻ തുടങ്ങും. കണ്ട, പിഴിഞ്ഞ് കളയണം. എന്നിട്ട് ചട്ടി വെച്ചു. ചട്ടി വെച്ചതിന് ശേഷം നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നല്ലെണ്ണയാണ് ഞാൻ ഈ അച്ചാറിനൊക്കെ ഇടുന്നത്. കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ വേറെ ഒന്നും എടുത്തില്ല. വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഉള്ളി, വേപ്പിലയും കടുകും ആണ് ഞാൻ. വേപ്പിലയാണ് ആദ്യം ഇടുന്നത്. ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ മസാല, അതായത് കാശ്മീരി, ആവശ്യമുള്ളത് അത്ര ഇടാം കേട്ടോ. എരിവനുസരിച്ചൊക്കെ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ കാശ്മീരിയും 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കായവും ഉലുവയും വറുത്ത് പൊടിച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്, നമ്മുടെ പിക്കിളിൻ്റെ പൗഡറും കൂടി ചേർത്ത് അതൊന്ന് സ്റ്റൗവൊക്കെ ഒന്ന് സിമ്മിലൊക്കെ ആക്കിയിട്ട് ചെയ്യണേലേ കരിഞ്ഞ് കത്തി നാശമോശമായി പോവും. അപ്പോൾ അതൊന്ന് നോക്കി ചെയ്യണം കേട്ടോ. അതൊന്ന് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം, ഫ്രൈ അല്ല, ഒന്ന് മൊരിഞ്ഞ് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ചെമ്മീൻ പുളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് വേവിക്കേണ്ട, വെന്തുടഞ്ഞ് പോകും. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് തന്നെ ഇരുന്ന് അതങ്ങ് അതിൽ വെന്തോളും. ആ ചൂടിൽ നമ്മൾ ഓഫാക്കുകയാണേ. ഓഫാക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരുവിധം ഒന്ന് വാടിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഇളക്കണം കേട്ടോ. നല്ല മസാലയൊക്കെ അതിൻ്റെ അകത്ത് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് കാണുന്നവരൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഉപ്പിടാം. ഞാൻ കല്ലുപ്പാണ് ഇട്ടേക്കണത്. ആദ്യം നമ്മളിത് പിഴിയാനായിട്ട് കുറച്ച് പിഴിഞ്ഞ് കളയാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. കല്ലുപ്പിട്ടു. വീണ്ടും ഇളക്കുന്നു. വീണ്ടും ഇളക്കിയതിന് ശേഷം പിന്നെ ലാസ്റ്റത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ശർക്കര നീര് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നമുക്കതങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇളക്കി കൂട്ടി നമുക്ക് ഫാൻ്റെ അടിയിലോ മേശപ്പുറത്തോ എവിടെയെങ്കിലും കൊണ്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം 2 ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് അടച്ച് വെച്ചാൽ ആവശ്യത്തിന് കുറച്ചെടുത്ത് പുറത്ത് വയ്ക്കുക, ബാക്കിയെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക, അത്യാവശ്യത്തിന് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ, നല്ലത് വരട്ടെ. താങ്ക് യു വെരി മച്ച്.